ഹേയ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വീഡിയോ തായിഫിൽ നിന്നായിരുന്നു. സോ ഇതും അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു സ്ട്രോബെറി ഫാമാണ് കേട്ടോ. എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഒരു അടിപൊളി ബസ്സുണ്ട്. പിന്നെ എല്ലാം കുറച്ച് സ്ട്രോബെറി ബെറി പോലത്തെ ഡെക്കറേഷൻസൊക്കെയാണ് ഫുൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ സ്ട്രോബെറി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ സമ്മർ ടൈം ആണല്ലോ, അതുകൊണ്ട് ഇതിലൊക്കെ അതിൻ്റെ ഫ്രാഗ്മെൻറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മളെപ്പോഴും ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര യൂസ്ഡാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇത്രയും ഭംഗിയില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മക്കയിലാണെങ്കിൽ ഇപ്പോൾ ചുറ്റും മലകളും പിന്നെ ഭയങ്കര ചൂടും ഒരു അങ്ങനത്തെ ഒരു സംഭവങ്ങളാണല്ലോ നമ്മളെപ്പോഴും ഫീൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഫാമും പിന്നെ ഈ വെള്ളവും ഇതുപോലത്തെ ഈ ഡക്കിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് മൈൻഡിന്. شوف رمته يا خسارة أنا حطيتها ورمت علي. നമുക്ക് ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ എന്തോരം സന്തോഷമായിരിക്കും. കാരണം ഞാൻ കണ്ടപ്പം ഇവിടെ ഉള്ളത് ഫുൾ ഫാമിലീസാണ്. കുറേ മക്കളെയൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് അധികം ഉള്ളത്. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞേയും പാടാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ അക്വാ ഫാമാണ്. നല്ല അടിപൊളി, ഞാൻ കാണാത്ത വെറൈറ്റി ഫിഷസൊക്കെ ഉണ്ട് കേട്ടോ. യൂഷ്വലി നമുക്ക് അക്വേറിയം ഒക്കെ നമുക്ക് പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷേ ഈ ഒരു സാധനമൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഫിഷ്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. നല്ല അട്രാക്റ്റീവായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും ഉള്ളത് ഇവിടെ കുട്ടികളാണ്. അപ്പം അവരെ എക്സൈറ്റ്മെൻറ്റ് കാണാനും പിന്നെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മളിനി തിരിച്ച് മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് മദീനയിലേക്ക് പോകാനുള്ള ടൈമായി. ടോട്ടൽ നമ്മൾ ഹജ്ജിൻ്റെ ഒരു നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 50 ഡേയ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് അവർ തന്നെ ഷെഡ്യൂൾ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. ഇനി അത്രയും ഡേയ്സ് നമുക്ക് നിൽക്കാൻ വയ്യ, നമുക്ക് എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തിരിച്ചു പോയവരുണ്ട്. പക്ഷേ അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ തിരിച്ചു വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അത് പക്ഷേ കുറച്ച് അധികം കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവർ, ഇപ്പോൾ ഖത്തറിൽ അതുപോലെ മസ്കറ്റിൽ അങ്ങനെയൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഇതുപോലെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യത്തെ ഹജ്ജിന് അവർ പുതിയൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 20 ഡേയ്സിൻ്റെ ഹജ്ജ്, അതിലേക്കും നമുക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 20 ഡേയ്സ് പറഞ്ഞാൽ നിയർലി അപ്പ് ആൻഡ് ഡൗൺ ആയി വരുമ്പോൾ തന്നെ 25 ഡേയ്സ് ഒക്കെ ആവും. പിന്നെ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അസീസിയയിലായാലും കുക്ക് ചെയ്യാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യങ്ങളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് നമ്മൾ യൂഷ്വലി കുറച്ച് അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ നമുക്കവിടെ കിച്ചനും ഗ്യാസൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പം എല്ലാ സമയത്തും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ലൈഫിൽ ചിലപ്പം ആദ്യത്തെ പ്രാവശ്യമൊക്കെ സ്വന്തം നാട് വിട്ടു പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊന്നും എല്ലാ ടൈപ്പ് ഫുഡും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ചോറ് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നടക്കുകയുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും നടക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇനി
പോയി വന്നാലറിയാം എന്തായിരുന്നു അവർക്ക്. മേ ബി ഇനി വേറെ എന്തെങ്കിലും ഇപ്പോൾ ഓരോ നാടിന് പറ്റിയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന വല്ല കാറ്ററിംഗ് സർവീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ സെറ്റാക്കുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇൻഷാ അള്ളാ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു വലിയ സ്ട്രോബെറി ഫാം ഉണ്ട് കേട്ടോ. ആ ഫാമാണ് ഈ കാണുന്നത്. പക്ഷേ നോർമൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന പോലെ അത്ര ഇല്ല, എന്നാലും സ്ട്രോബെറീസ് ഉണ്ട്. നമുക്കിവിടെ കൗണ്ടറിൽ ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു കവറോ അങ്ങനെ എന്തോ ഒരു സാധനം തരും. അത് നിറയെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ സ്വന്തമായിട്ട് പോയിട്ട് പറിച്ചിട്ട് വരാം. لا لا بيحب الشوكولاته هو. يبغى امسكها يلا خذ. يلا خذ شوكولاته. ഈ പാരറ്റ് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇവരെന്താണോ പറയുന്നത് അതന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പാരറ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതുപോലെ ബേർഡ്സും പിന്നെ കുഞ്ഞു കുഞ്ഞു ആനിമൽസും. ശരിക്കും കോഴീനൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമാണെന്നറിയോ. കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്, ഡക്ക് ഉണ്ട്, പിന്നെ ആമുണ്ട്, പിന്നെ നേരത്തെ കണ്ട പോലത്തെ പാരറ്റ്സ്, പിന്നെ കുഞ്ഞു കുഞ്ഞു കിളികൾ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. സ്റ്റാച്യൂളാമാര് قل له كيف حالك يا أرنب؟ سلحفاة تقول كيف حالك يا أرنب؟ إيش تسوي يا أرنب؟ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നാലോ എന്നുള്ളൊരു പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഹജ്ജിൻ്റെ സമയം വരെ, അതായത് ഹജ്ജ് തീരുന്നത് വരെ കംപ്ലീറ്റ് ആയിട്ട് മക്ക ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഹാജിമാർ മാത്രം മക്കയിലേക്ക് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മക്കൻ്റെ അടുത്തുള്ള പ്രദേശത്തുള്ള ആളുകൾക്കാണെങ്കിലും മക്കയിലേക്ക് എൻട്രി ഇല്ലായിരുന്നു. ഈ ഹജ്ജിൻ്റെ സമയത്തുള്ള തിരക്ക് കുറക്കാനും പിന്നെ അതുപോലെ ഇല്ലീഗലായിട്ട് ഹജ്ജ് ചെയ്യുന്നത് ഇല്ലാണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഹജ്ജ് നല്ല റാഹത്തായിട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹജ്ജിന് പോകുന്നവർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആലോചിച്ചിട്ട് ഇത് വലിയൊരു സംഭവമാണ് എന്നൊന്നും ആലോചിച്ചിട്ട് വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഹജ്ജൊരു സംഭവം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവും, ആളുകളുണ്ടാവും, പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യണം. പിന്നെ ഫിസിക്കലി നമുക്ക് നല്ല ആരോഗ്യം വേണം, മെൻ്റലി നല്ല ആരോഗ്യം വേണം. പിന്നെ അവിടുത്തെ ചൂടും അവിടുത്തെ കാലാവസ്ഥയും അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ഒരു ഇത് വേണം. അതിൻ്റെ കൂടെ തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഈ ഹജ്ജിൻ്റെ ഒരു സമയം നമുക്ക് നല്ല ആരോഗ്യത്തിലും നല്ല റാഹത്തിലും ഒക്കെ ചെയ്യാനും പറ്റണം. അപ്പം അതിന് നമുക്ക് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മളെടുക്കുക. ബാക്കി നമ്മളെ എല്ലാ രീതിയിലും പഠിച്ചോനെ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഹജ്ജ് ഈസി ആക്കണമെന്ന് പഠിച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടെങ്കിലും, ഇതിപ്പോൾ ചൂടാണെങ്കിലും കുറേ നടക്കണമെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കതെല്ലാം എളുപ്പമായിട്ട് തന്നെ മാറും. കാരണം നമ്മൾ പോണ സമയത്ത് നമ്മൾ പല ആളുകളുടെ അടുത്തും ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള റിവ്യൂസാണ്. ചിലർ ഒരുപാട് നടന്ന കഥകൾ, കഷ്ടപ്പെട്ടത്, പിന്നെ അതൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ഒത്തിരി കഷ്ടപ്പാടൊന്നും ഇല്ല എന്നല്ല. എന്നാലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മളുടെ ചെറിയ ചെറിയ പിടിവാശികൾ കാരണം നമ്മൾ കഷ്ടപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങളാണ് വരിക. അപ്പം നമ്മളുടെ ലീഡേഴ്സൊക്കെ ഉണ്ടാവും, അവർ എന്താണോ പറയുന്നത് അതനുസരിക്കുക, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക, അവരെ കൂടെ നിൽക്കുക. അത് നമുക്കും അവർക്കും എല്ലാ കാര്യങ്ങളും എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു, ഇനി ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് ഇതേ ഇവിടുന്ന് ഒരു സ്ട്രോബെറിയും ചോക്ലേറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നമ്മൾ തൈഫിൽ ഓൾമോസ്റ്റ് 5 to 6, 7 days, ഏകദേശം ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഇനി തിരിച്ചു പോയിട്ട് നമുക്ക് മദീനയിലേക്ക് പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ ലഞ്ചിന് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനമാണ് കൊണ്ട് തന്നിട്ടുള്ളത്. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം എന്നാ പറഞ്ഞാൽ ഹാഷി ബാഷി. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആ കവറുമ്മൽ കണ്ടുപോലെ തന്നെ ഇത് ക്യാമൽ മീറ്റാണ്. അപ്പോൾ ഇത് മന്തിയല്ല, ബിരിയാണിയല്ല, ഇത് കബ്സയാണ്.
ഈ ഒരു സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും വയ്യാട്ടോ. ഞാൻ ജസ്റ്റ് ആ ഫീവറൊക്കെ കഴിഞ്ഞ് ഒന്ന് റിക്കവറായി വന്നിട്ടേ ഉള്ളൂ. ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒന്നും ശരിക്കും അങ്ങോട്ട് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കപ്സ് അതിനെ കൊണ്ട് രസം ഉണ്ടാവും, മസാല ഉണ്ടാവേ. ഇതിന് മുന്നേ നമ്മൾ ക്യാമൽ മീറ്റുള്ള ഈ ഒരു സംഭവം റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അറഫേന്നാണ്. അറഫേന്ന് ഇതുപോലെ നമുക്ക് കിട്ടുന്ന ലഞ്ച് ക്യാമലിൻ്റെ ആണെന്നാണ് പറഞ്ഞത്. എനിക്കതിലൊരു പീസ് കിട്ടി, പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിൽ ഉപ്പും പുളിയോ എരിവും ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സാധനം കൊള്ളാട്ടോ, അടിപൊളി. മീറ്റൊക്കെ നല്ല സൂപ്പറായിരുന്നു, റൈസും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച ഇവിടെ നിന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഞാൻ ഉഷാറായിപ്പോയി. അപ്പോൾ നമ്മൾ തിരിച്ച് മക്കയിലേക്ക് പോവാണ്. പോയിട്ട് കുറച്ചധികം പണികളുണ്ട്. അതായത് നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മളുടെ ലഗേജുകളൊക്കെ നമ്മൾ വിടും കേട്ടോ. അപ്പോൾ ഇനി ലഗേജ് ഫുള്ള് പോയിട്ട് നമ്മൾ സെറ്റാക്കണം. പിന്നെ ഹാപ്പിയസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മദീനയിലേക്ക് പോകുന്നത് ബസ്സിലല്ല, ഹരമൈൻ എക്സ്പ്രസ്സിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹരമൈനിൽ കയറാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മദീന എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. സോ നമ്മൾ മക്കയിലെത്തി, വിദായിൻ്റെ തവാഫൊക്കെ കഴിഞ്ഞു നമ്മൾ മദീനയിലേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാലേ മക്കയിലെത്തിയിട്ട് ഈ കഅബ, ഈ പള്ളിയൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. സോ ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.